So now today we are going to start with the next insertion algorithm. The last class we studied inserting before or inserting as a first node in the linked list. I told you there are other options also. Now in this one we are going to study about inserting after a given node. After a particular node you want to insert. So suppose we are given the value of LOC, the location, which is the location of node A in the linked list. Then insert the item after node A. You have to insert the item after node A. So നമുക്ക് തന്നിട്ടുണ്ട് LOC തന്നിട്ടുണ്ട് ഈ ലൊക്കേഷൻ തന്നു ഈ ലൊക്കേഷൻ്റെ ഒരു അഡ്രസ്സാണ് ആ അഡ്രസ്സ് ഏതിൻ്റെ ആയിരിക്കും നോഡ് എയുടെ അഡ്രസ്സ് ആയിരിക്കും അപ്പോൾ ആ നോഡ് എക്ക് ശേഷം വേണം നമുക്ക് ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യാൻ അപ്പോൾ LOCയിൽ എന്തെങ്കിലും ഒരു അഡ്രസ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ്സ് നോഡ് എയുടെ അഡ്രസ്സ് ആയിരിക്കും അതിനുശേഷം വേണം നമുക്ക് പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ ഇനി LOCയിൽ അഡ്രസ്സ് തന്നിട്ടില്ലെങ്കിൽ അതായത് LOC നള്ളാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ ഫസ്റ്റ് നോഡായിട്ട് അതിനെ ഇൻസേർട്ട് ചെയ്യണം നൗ ലെറ്റ് n ഡിനോട്ട് ദ ന്യൂ നോഡ് ഹൂസ് ലൊക്കേഷൻ ഇസ് ന്യൂ ന്യൂ എന്ന് പറയുന്നത് നമ്മൾ അവയിൽ നിന്ന് എടുക്കുന്നതാണ് അതായിരിക്കും നമ്മുടെ ന്യൂ നോഡ് ഓക്കെ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ന്യൂ ആണ് നൗ വിൽ സീ ദ അൽഗോരിതം ഈ അൽഗോരിതത്തിൻ്റെ പേര് ഇൻസേർട്ട് LOC ഞാൻ ഇവിടെ തെറ്റിപ്പോയി ഇത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം INS LOC അതിൻ്റെ അകത്ത് കൊടുക്കുന്ന എന്തൊക്കെ ഇൻഫർമേഷനാണ് യു ഹാവ് ദ സ്റ്റാർട്ട് ഇസ് ദി സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ ലിങ്ക് ലിസ്റ്റ് സംടൈംസ് ഇറ്റ് വിൽ ബി നൾ ദാറ്റ് മീൻസ് ദ ലിങ്ക് ലിസ്റ്റ് എംപ്റ്റി ആണ് ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ ലിങ്ക് ലിസ്റ്റ് ഉണ്ടെന്ന് അർത്ഥം then you have the info and the link part of each node. Then you have avail എന്ന് പറയുന്നത് എന്താണ് it is another linked list, so this will give the address of the linked list whose which is the available free spaces in the memory. അപ്പം അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ സ്പേസസ് എല്ലാം ഒരു ലിങ്ക് ലിസ്റ്റ് ഫോമിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും അവൈലിൽ ഉണ്ടാവും നെക്സ്റ്റ് ഇസ് LOC will be either null or it will be an address which will indicate the address of the node after which we have to insert the new node. Item is the new item that you want to insert. അപ്പോൾ ഇവിടെ നോക്കാം ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് ഇഫ് avail is equal to null, avail null ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് സ്ഥലമില്ല there is no free space available അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം റൈറ്റ് ഓവർഫ്ലോ ആൻഡ് ദെൻ എക്സിറ്റ് കം ഔട്ട് ഓഫ് ദ ലൂപ്പ് സ്ഥലമേ ഇല്ല അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല ഇനി അല്ലെങ്കിൽ ന്യൂ ഇസ് ഈക്വൽ ടു അവെയിലിൻ്റെ അകത്ത് എന്താണ് അഡ്രസ്സ് ഉള്ളത് ന്യൂ എന്ന് പറഞ്ഞ പോയിന്ററിലേക്ക് ഇടുക എന്നിട്ട് അവൈലബിൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ഈ ന്യൂ കൊടുത്ത ശേഷം നെക്സ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യണം സോ നൗ അവൈലബിൾ വിൽ ബി ലിങ്ക് ഓഫ് അവെയിൽ എന്തായിരുന്നു അതിൻ്റെ ലിങ്ക് പാർട്ടിൽ എന്തായിരുന്നു അതായിരിക്കും പുതിയ അവെയിൽ നൗ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ന്യൂവിൻ്റെ ഇൻഫോ പാർട്ടിലേക്ക് ഐറ്റം ഇടുക അത് കഴിഞ്ഞ് ചെക്ക് ചെയ്യുക LOC നള്ളാണോ അങ്ങനെയാണെങ്കിൽ ലിങ്ക് ഓഫ് ന്യൂ സ്റ്റാർട്ട് ആക്കുക സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു ന്യൂ കൊടുക്കുക ഇല്ലെങ്കിൽ set link of new is equal to link of LOC and link of LOC equal to new. The example എടുത്താലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. Let us see how we are going to do this. This is start. Now I'm going to just put addresses ഇങ്ങനെ 10, 20, 30 എന്നങ്ങ് ഇടാൻ പോവാണ് അഡ്രസ്സ് ഇട്ടു ഇതിൻ്റെ അർത്ഥം 20, 30, 40 ഇവിടെ എന്തായിരിക്കും വരിക 10 അഡ്രസ്സസ് അങ്ങ് ഇട്ടു ഓക്കെ ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് വാല്യൂസ് ഐറ്റംസ് കൊടുക്കാൻ പോവാ ലെറ്റ് ഇറ്റ് ബി 65, 75, 25, 55 കൊടുത്തു ഐറ്റംസ് കൊടുത്തു ഇനി അവെയിലുണ്ട് ദിസ് ഈസ് അവെയിലിനകത്ത് കുറച്ച് ഡേറ്റ ഉണ്ട് അത് കുറച്ച് ഇങ്ങനെ കിടപ്പുണ്ട് ഇത് 129 എന്ന് വരെ കൊടുക്കാം സോ ദിസ് ഇസ് 2 സം നോഡ് ഫോളോയിങ് ദിസ് അറിയില്ല നമുക്ക് അതിൻ്റെ അഡ്രസ്സ് എന്താന്ന് ഇത് 1 കിടക്കുക ഓക്കെ ദിസ് ഇസ് അവെയിൽ നമുക്കിനി നോക്കാം സപ്പോസ് ഐ വോണ്ട് ടു
insert the node after this one. അപ്പോൾ എൻ്റെ LOC എന്താ 30 ആണ്. ഓക്കെ, എനിക്ക് ഈ നോഡിന് ശേഷമാണ് പുതിയ നോഡ് വരേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കാം. LOC ഈസ് ഈക്വൽ ടു 30, അതാണ് നമുക്ക് വരേണ്ടത്. 30ക്ക് ശേഷമാണ് പുതിയ നോഡ്. അപ്പോൾ നോഡ് എ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ഐ റൈറ്റ് ദിസ് നോഡ് എ. അതിൻ്റെ അഡ്രസ്സാണ് 30. ഓക്കെ, ലെറ്റ് us see how it starts. അപ്പം if avail is equal to null, if avail is equal to null, then write overflow. ഇവിടെ avail null അല്ല, 1 ഉണ്ട് വാല്യൂ. അങ്ങനെയാണെങ്കിൽ എക്സിറ്റ് ചെയ്യില്ല. യു വിൽ കം ന്യൂ ഇസ് ഈക്വൽ ടു avail. ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ പോയിൻറ്റർ. ഒരു പോയിൻറ്റർ എടുത്തു ന്യൂ. അതിൻ്റെ അകത്ത് ഐ എം ഗോയിങ് ടു പുട്ട് എ ന്യൂ പോയിൻറ്റർ ന്യൂ. അതിൻ്റെ അകത്ത് ഞാൻ അഡ്രസ്സ് ഇട്ടു, അവെയിലിൻ്റെ അഡ്രസ്സ് ഇട്ടു. അവെയിൽ എന്തായിരുന്നു 1. സോ ന്യൂ ഈക്വൽ ടു അവെയിൽ. ദാറ്റ് മീൻസ് ഇറ്റ് പോയിൻറ്റ്സ് ടു ദിസ് നോഡ്. ഓക്കെ, ഈ നോഡിനെയാണ് ന്യൂ പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ നോഡിനെ ന്യൂ പോയിൻറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന സ്പേസ്. ഇനി എന്താണ് ചെയ്തിരിക്കുന്നത്? ഇൻഫോ ഓഫ് ന്യൂ ഇസ് ഈക്വൽ ടു ഐറ്റം. അപ്പോൾ എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഐറ്റം, ലെറ്റ് ഐറ്റം ഇസ് ഈക്വൽ ടു, ലെറ്റ് ഇറ്റ് ബി 95. ഓക്കെ, ഇൻഫോ ഓഫ് ന്യൂ, ന്യൂ എന്ന് പറയുന്നത് ഇത്, ഇൻഫോ ഓഫ് ന്യൂ എന്ന് പറയുമ്പോൾ ഈ ഭാഗം, അതിൻ്റെ അകത്തേക്ക് ഐറ്റം ഇട്ടു. ലെറ്റ് ഇറ്റ് ബി 95. ഐറ്റം 95 ഇൻഫോ ഓഫ് ന്യൂവിലേക്ക് ഇട്ടു. ഇനി എന്താ ചെയ്തിരിക്കുന്നത്? ഇഫ് LOC ഈക്വൽ ടു നൾ, ദെൻ ഇഫ് LOC ഈക്വൽ ടു നൾ, LOC നള്ളാണോ? അല്ല. അപ്പോൾ നമുക്ക് എൽസ് പാർട്ടിലേക്ക് പോവാം. സെറ്റ് ലിങ്ക് ഓഫ് ന്യൂ ഈക്വൽ ടു ലിങ്ക് ഓഫ് LOC. ലിങ്ക് ഓഫ് ന്യൂ ഈക്വൽ ടു ലിങ്ക് ഓഫ് LOC. ലിങ്ക് ഓഫ് ന്യൂ, ലിങ്ക് ഓഫ് ഇതാണ് ന്യൂ, ലിങ്ക് ഓഫ് ന്യൂ എന്ന് പറയുന്നത് ഇതാണ് ലിങ്ക് ഓഫ് ന്യൂ. ഇനി എന്താ ചെയ്യുന്നത്? അവിടേക്ക് എന്ത് കൊടുക്കും? ലിങ്ക് ഓഫ് LOC. LOC എന്താ 30, അതായത് ഈ നോഡ്. ലിങ്ക് ഓഫ് LOC എന്ന് പറയുമ്പോൾ ഇതാണ്, അതിൻ്റെ അകത്ത് എന്ത് വാല്യൂ ആണ് കിടക്കുന്നത്? 40. അതെടുത്ത് ലിങ്ക് ഓഫ് ന്യൂവിൻ്റെ അകത്തേക്ക് ഇട്ടു. സോ ദിസ് വിൽ ബിക്കം 40. ദാറ്റ് മീൻസ് നൗ ദിസ് പോയിൻറ്റ്സ് ടു ദിസ് നോഡ്. ഓക്കെ, ഇനി ഇതിനെ ഇങ്ങോട്ടാക്കിയാൽ പോരെ? അതിനടുത്ത് എന്ത് ചെയ്യണം? ലിങ്ക് ഓഫ് LOC ഈക്വൽ ടു ന്യൂ. ഇനി ഇതിൻ്റെ അകത്ത് ലിങ്ക് ഓഫ് LOC ഈസ് 30, ഇതാണ് 30. ലിങ്ക് ഓഫ് LOCയുടെ ഭാഗം ഇതാണ്. ഇതിൻ്റെ അകത്തേക്ക് ന്യൂ ഇട്ടു. ന്യൂ എന്ന് പറയുന്നത് എന്താ? 1. ന്യൂ എന്ന് പറയുന്നത് 1. അപ്പോൾ ഇവിടേക്ക് 1 ഇട്ടു. ദാറ്റ് മീൻസ് നൗ ദിസ് പോയിൻറ്റ്സ് ടു ദിസ് നോഡ്. ദിസ് പോയിൻറ്റ്സ് ടു ദിസ് നോഡ്. അപ്പം ഇത് പോയി. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഞാൻ വീണ്ടും അവെയിൽ ഇസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് അവെയിൽ, അത് നമ്മൾ കൊടുത്തിട്ടില്ല. അവെയിൽ ഇസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് അവെയിൽ, ഇവിടെ 2 വരും. അപ്പോൾ ഇനി അടുത്ത ഫ്രീ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഫ്രീ ലൊക്കേഷൻ. സോ ദിസ് ഇസ് ഹൗ യു ഇൻസേർട്ട് ഇഫ് യു നോ ദ ലൊക്കേഷൻ. ഇനി സപ്പോസ് ഞാൻ പറയാൻ പോകുന്നു ലൊക്കേഷൻ നള്ളാണ് കൊടുക്കുന്നത്. ലൊക്കേഷൻ നള്ളാണെന്ന് വിചാരിക്കാം. ലൊക്കേഷൻ നൾ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തായി? അവെയിൽ നള്ളല്ല. അപ്പോൾ സെറ്റ് ന്യൂ ഇസ് ഈക്വൽ ടു അവെയിൽ. നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും കൊടുക്കാം. ഇതാണ് ന്യൂ, ന്യൂ എന്ന് പറയുന്നത് ഇത്. സോ ദിസ് ഇസ് എ സെക്കൻഡ് നോഡ്. ഇതാണ് ന്യൂ, ഇവിടേക്ക് ന്യൂ ഇട്ടു. ഇനി എന്താ ചെയ്ത്? അവെയിൽ ഇസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് അവെയിൽ. അപ്പോൾ ഈ അടുത്തതിൻ്റെ അഡ്രസ്സ് ചിലപ്പോൾ 3 ആയിരിക്കും കേട്ടോ. അതെടുത്ത് ഇങ്ങോട്ട് ഇട്ടു. ഓക്കെ, അവെയിൽ ഇസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് അവെയിൽ. അപ്പോൾ ഇത് അടുത്ത പോയിൻറ്ററിലേക്ക് വന്നു. ഇനി എന്താ ചെയ്തിരിക്കുന്നത്? ഇഫ് LOC ഈക്വൽ ടു നൾ. അതെ, LOC നമ്മളിവിടെ നള്ളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? LOC ഈക്വൽ ടു നൾ ആണെങ്കിൽ ലിങ്ക് ഓഫ് ന്യൂ ഇസ് ഈക്വൽ ടു സ്റ്റാർട്ട്. ലിങ്ക് ഓഫ് ന്യൂ, ന്യൂ എന്ന് പറയുന്നത് ഇതാണ് ലിങ്ക് ഓഫ് ന്യൂ. ഇതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്തു? സ്റ്റാർട്ട് ഇട്ടു. സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്താ? 10. സോ നൗ ദിസ് പോയിൻറ്റ്സ് ടു ദിസ് നോഡ്. ഓക്കെ, ഇവിടെ നിന്ന് ഈ ഫസ്റ്റ് നോഡിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു ന്യൂ. സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു ന്യൂ. ന്യൂ എന്തായിരുന്നു? 2. സ്റ്റാർട്ടിൻ്റെ അകത്തേക്ക് 2 ഇട്ടു. ദാറ്റ് മീൻസ് ഇത് ഇങ്ങോട്ട് പോയിന്റ് ചെയ്ത് ഫസ്റ്റ് നോഡായി. സോ ദിസ് ഇസ് ഹൗ യു ഡു. അപ്പോൾ LOC നള്ളാണെങ്കിൽ ഫസ്റ്റ് നോഡാവും. ഇല്ലെങ്കിൽ നമുക്ക് ഏത് നോഡിന് ശേഷമാണെന്ന് അറിയുന്നതാണ് LOCയുടെ ലൊക്കേഷൻ വരിക. സോ ദിസ് ഇസ് ഹൗ യു ഇൻസേർട്ട് എ നോഡ് ഇൻ ടു ദ on the specified location. So if the location is given, you insert the node after the location. If the location is given as null, you insert the node as the first node. So this is how you insert in a given node. Now next is inserting into a sorted linked list. Inserting a node into a sorted linked list. ഒരു സോർട്ട് ചെയ്തിട്ടുള്ള ലിങ്ക് ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. സോർട്ടഡ് ലിങ്ക് ലിസ്റ്റ്. അപ്പം അതിന് നമുക്ക് ഇങ്ങനെ ഒരു അൽഗോരിതം ഉണ്ട്. ഇങ്ങനെ ഒരു അൽഗോരിതമാണ് ഉള്ളത്.
അതായത് ഇൻസേർട്ട്, യു ഹാവ് ടു ഇൻസേർട്ട്, വീണ്ടും നമ്മൾ കൊടുത്തത് ഇത് സ്റ്റാർട്ട്, അതിൻ്റെ അകത്ത് ഇൻഫോ പാർട്ടുണ്ട്, ലിങ്ക് പാർട്ടുണ്ട്, അവൈലബിൾ ഉണ്ട്, നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന ഐറ്റം. അപ്പോൾ അതിന് 2 ഫംഗ്ഷൻ വിളിക്കും. ആദ്യത്തെ ഫംഗ്ഷൻ യു ഹാവ് ടു ഫൈൻഡ് എ, ഏത് നോഡിന് ശേഷമാണ് നമ്മൾ കണ്ടുപിടിക്കണം, അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടണം. അപ്പോൾ ഫൈൻഡ് എ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ഫൈൻഡ് എ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഒരു ലൊക്കേഷൻ തരും, ഒരു ലൊക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഐറ്റത്തിന് ശേഷം ഈ ഫൈൻഡ് എ, ഈ ലൊക്കേഷൻ നമുക്കാണ് ഇമ്പോർട്ടൻറ്റ്. ആ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെയ്ത ഇൻസേർട്ട് LOC ഫംഗ്ഷനിലേക്ക് ഈ ലൊക്കേഷൻ പാസ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ അകത്തൊരു അഡ്രസ്സ് ഉണ്ടാവും, ഉണ്ടെങ്കിൽ അതിന് ശേഷം ഇൻസേർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് നല്ലാണെങ്കിൽ ഫസ്റ്റ് ഐറ്റമായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ ലൊക്കേഷൻ. നമുക്ക് ലൊക്കേഷൻ അറിയില്ല, സോർട്ടഡ് ലിങ്ക് ലിസ്റ്റാണ്, നമ്മളൊരു ഐറ്റം കൊടുക്കുകയാണ്. സോ ലെറ്റ് us see how it is done. So inserting into a sorted linked list. Suppose item is to be inserted into a sorted linked list. Then item must be inserted between nodes A and B so that info of A is less than item and info of which is less than or equal to info of B. ഓക്കെ, അപ്പോൾ ഈ ഐറ്റം വരുന്നത് എയുടെയും ബിയുടെ ഇടയിലാണ്. ഈ ഐറ്റം എനേക്കാളും വലുതാണ്, അല്ലെങ്കിൽ എ ഐറ്റത്തിനേക്കാളും ചെറുതാണ്. ഈ ബിനേക്കാളും ലെസ് ദാൻ ഓർ ഈക്വൽ ആയിരിക്കും ഈ ഐറ്റം. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കാണ്, എയുടെയും ബിയുടെ ഇടയ്ക്കാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. സോ ദ ഫോളോയിങ് പ്രൊസീജിയർ finds the location LOC of node A, that is the location of the last node in the list whose value is less than item. Last node which is less than item. Then traverse the list using PTR. അപ്പോൾ PTR വെച്ചിട്ടാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുക. ആൻഡ് ലൊക്കേഷൻ ഓഫ് ദ പ്രിസീഡിങ് നോഡ് ഇസ് ട്രാക്ഡ് യൂസിങ് ദ പോയിന്റർ സേവ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയും കിട്ടണം. അപ്പം പ്രിസീഡിങ് നോഡിൻ്റെ അഡ്രസ്സും വേണം, അത് സേവിൽ കൊടുക്കും. ട്രാവേഴ്സ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് PTR ആണ്. ഓക്കെ, നൗ അത് നമ്മൾ പറഞ്ഞ ഫൈൻഡ് എ എന്ന് പറഞ്ഞ അൽഗോരിതം. ഓക്കെ, ഫൈൻഡ് എ. ഇപ്പോൾ ഫൈൻഡ് എ എന്ന് പറഞ്ഞ അൽഗോരിതം നിങ്ങൾ നോക്കുകയാണെങ്കിൽ സാധാരണ അൽഗോരിതത്തിൽ നമ്മൾ എക്സിറ്റ് ആണ് എഴുതുക, ഇവിടെ റിട്ടേൺ ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? റിട്ടേൺ എന്ന് പറഞ്ഞാൽ ദിസ് വിൽ റിട്ടേൺ ടു ദ കോളിംഗ് ഫംഗ്ഷൻ വിത്ത് എ പെർട്ടിക്കുലർ വാല്യൂ. നമ്മൾ കോൾ ചെയ്തോടത്തേക്ക് പോവുകയാണ് ചെയ്യുക, എക്സിറ്റ് അല്ല ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫൈൻഡ് എ, ലെറ്റ് us see. If start is equal to null, സ്റ്റാർട്ട് null ആണെങ്കിൽ ലിങ്ക് ലിസ്റ്റ് ഇല്ല, അതിൻ്റെ അകത്ത് നമുക്കൊന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്താ? നള്ളാണ് ലൊക്കേഷൻ. അപ്പോൾ നമുക്കൊരു പുതിയ നോഡ് ഉണ്ടാക്കാം, പുതിയ നോഡ് ഒറ്റ നോഡായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ കറൻ്റ്ലി ലിങ്ക് ലിസ്റ്റ് ഒന്നുമില്ല, അപ്പോൾ LOC ഈക്വൽ ടു നൾ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ലിങ്ക് ലിസ്റ്റിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ആ കൊടുക്കുന്ന ഐറ്റം ഫസ്റ്റ് നോഡായിരിക്കും. ഇനി അല്ലെങ്കിൽ ഇഫ് ഐറ്റം ലെസ് ദാൻ ഇൻഫോ ഓഫ് സ്റ്റാർട്ട്, ഫസ്റ്റ് നോഡിൻ്റെ ഐറ്റത്തിനേക്കാളും ചെറുതാണെങ്കിൽ വീണ്ടും LOC നള്ളായിരിക്കും. അപ്പോൾ ഒരു നോഡുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വരും, ഫസ്റ്റ് നോഡായിട്ട് ഇൻസേർട്ട് ആവും. ഓക്കെ, LOC ഈക്വൽ ടു നൾ. ഇനി അതല്ല, അങ്ങനെയാണെങ്കിൽ സേവ് ഇസ് ഈക്വൽ ടു സ്റ്റാർട്ട് ആൻഡ് PTR ഇസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് സ്റ്റാർട്ട്. പറയാം, ഇതെങ്ങനെയാണെന്ന് പറയാം. എന്നിട്ട് ചെക്ക് ചെയ്യുക, ഐറ്റം ലെസ് ദാൻ ഇൻഫോ ഓഫ് PTR ആണെങ്കിൽ LOC ഈക്വൽ ടു സേവ് റിട്ടേൺ, ഇല്ലെങ്കിൽ സേവ് ഇസ് ഈക്വൽ ടു PTR ഇസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് PTR, ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദിസ്, നള്ളാവുന്നവർ. അല്ലെങ്കിൽ LOC ഈക്വൽ ടു സേവ്. ഇവിടെ നോക്കാം, സപ്പോസ് സോർട്ടഡ് ലിങ്ക് ലിസ്റ്റ് ആണ്. സോർട്ടഡ് ലിങ്ക് ലിസ്റ്റ് ഇവിടെ ഞാൻ 10, 20, 30, 40 ആണ് വാല്യൂ. ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് 100, 200, 300, 400. ഓക്കെ, ഇവിടെ 100, 200. അഡ്രസ്സ് ചെയ്യാൻ തോന്നിയ പോലെയൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ, കിട്ടുന്ന ഇതിലല്ലേ നമുക്ക് വരിക. സോ ദിസ് ഇസ് സ്റ്റാർട്ട്. ഓക്കെ, സോ നോ ദിസ് പോയിന്റ്സ് ഹിയർ, this points here, and then suppose I want to insert the item I want to insert. നമ്മൾ നേരത്തെ അൽഗോരിതത്തിൽ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ഐറ്റം മാത്രമേ പറയുന്നുള്ളൂ, ലൊക്കേഷൻ പറയുന്നില്ല. ലൊക്കേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് 35. അപ്പോൾ നമുക്ക് കണ്ടറിയാം ഇത് സോർട്ടഡ് ലിങ്ക് ലിസ്റ്റ് 10, 20, 30 എന്ന് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ശേഷമാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഇത് പ്രിസീഡിങ് നോഡ്, ഇത് ഫോളോയിങ് നോഡ്, ഇതാണ് നോഡ് എയും ഇത് നോഡ് ബിയും ആയിട്ട് വരും. ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ എക്ക് നമുക്ക് സേവിൽ വരണം, സേവിനിൽ വരണം, ഇത് PTRലും വരണം.
ഇതിൻ്റെ ഇടയിലാണ് നമുക്ക്, എന്നാലേ നമുക്ക് ഈ പോയിൻറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ LOC നമുക്ക് കിട്ടണം. LOC കിട്ടേണ്ടത് എന്തായിരുന്നു? വി ഹാവ് ടു ഗെറ്റ് 300 എന്നാണ് കിട്ടേണ്ടത് LOC. എന്നാലല്ലേ നമുക്ക് മറ്റേ പഴയ അൽഗോരിതം വെച്ച് ഇതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ LOC എങ്ങനെ കിട്ടും? ലെറ്റ് us see. ഇഫ് സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു നൾ, സ്റ്റാർട്ട് നള്ളാണോ? അല്ല, ഇവിടെ 100 ഉണ്ട്. അപ്പം യു ഗോ ടു ദ നെക്സ്റ്റ് ഐറ്റം. ഇഫ് ഐറ്റം ലെസ് ദാൻ ഇൻഫോ ഓഫ് സ്റ്റാർട്ട്, ഐറ്റം എന്താണ്? 35. ഇസ് ഇറ്റ് ലെസ് ദാൻ ഇൻഫോ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ ഇത് ഇൻഫോ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ 10 ആണ്. അതിനേക്കാളും ലെസ് ആണോ? അല്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? അടുത്തയിലേക്ക് പോവാം. സേവ് ഈക്വൽ ടു സ്റ്റാർട്ട്. അപ്പോൾ സേവ് എന്ന് പറഞ്ഞ ഒരു പോയിന്റർ എടുത്തു. ഞാനിപ്പോൾ ചിലപ്പോൾ പോയിന്ററായിട്ട് നേരെ വരയ്ക്കുന്നില്ല, അതിൻ്റെ അകത്തേക്ക് അങ്ങ് എഴുതുകയാണ് ഡയറക്റ്റ്ലി. സേവ് ഇസ് ഈക്വൽ ടു സ്റ്റാർട്ട് 100. അതായത് സേവ് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യണം? PTR ഇസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് സ്റ്റാർട്ട്. ഇത് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഇത് ലിങ്ക് ഓഫ് സ്റ്റാർട്ട് എന്ന് പറയുമ്പം ലിങ്ക് ഓഫ് സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു, what did I do here? Link of start is equal to 200. അപ്പോൾ ഇതെന്തായി? PTRൻ്റെ അകത്തേക്ക് PTR is equal to 200. ലിങ്ക് ഓഫ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ അതായത് PTR ഇങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു, സേവ് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നോഡും ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇത് പിടികിട്ടി. ഓക്കെ, നൗ റിപ്പീറ്റ് സ്റ്റെപ്പ് 5 and 6 വെൽ PTR നോട്ട് ഈക്വൽ ടു നൾ. ഇപ്പോൾ PTRൻ്റെ അകത്ത് എന്താ ഉള്ളത്? 200 ആണോ ഉള്ളത് PTRൻ്റെ അകത്ത്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എം ടി. അപ്പോൾ എന്ത് ചെയ്യണം? what you are going to do is, if item less than info of PTR, PTR എന്താണ്? 200, info of PTR 20 ആണ്, ഐറ്റം എന്താണ്? 35 ആണ്. ലെസ് ആണോ? അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ PTR ഇതാക്കണം, സേവ് ഇതാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നോക്കുക, ലെസ് അല്ല. അപ്പോൾ ഇവിടേക്ക് വരുന്നു, എൽസ് പാർട്ടിലേക്ക് വന്നു. സേവ് ഇസ് ഈക്വൽ ടു PTR. സേവിൻ്റെ അകത്ത് PTR വന്നു. PTR എന്തായിരുന്നു? 200. സോ ദിസ് ഇസ് 200. നൗ സേവ് ഇസ് ദിസ് വൺ. ഇനി PTR എന്തായി? ലിങ്ക് ഓഫ് PTR. ലിങ്ക് ഓഫ് PTR. PTR ഇതാണ്. ലിങ്ക് ഓഫ് PTR എന്ന് പറയുമ്പോൾ 300. സോ നൗ PTR ഇസ് ഈക്വൽ ടു 300. അതായത് PTR ഇതായി, സേവ് ഇതായി. ഓക്കെ, ഇനി വീണ്ടും ഈ ലൂപ്പിലേക്ക് വന്നു. PTR നോട്ട് ഈക്വൽ ടു നൾ. PTR 300 ആണ്, നോട്ട് ഈക്വൽ ടു നൾ ആണ്. അപ്പോൾ ചെക്ക് ചെയ്യുക. ഇഫ് ഐറ്റം ലെസ് ദാൻ ഇൻഫോ ഓഫ് PTR, ഇതാണ് PTR. ഇൻഫോ ഓഫ് PTR 30, ഐറ്റം എന്താണ്? 35. ഇറ്റ് ഈസ് ലെസ് ആണോ? അല്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഇങ്ങോട്ട് പോകണം. സോ യു കം, ലെസ് അല്ല, അപ്പോൾ ഇങ്ങോട്ട് വന്നു. സേവ് ഇസ് ഈക്വൽ ടു PTR. സേവിൻ്റെ അകത്തേക്ക് PTR ഇട്ടു. PTR എന്താ? 300. സോ സേവ് ഇനിയിപ്പോൾ ഇതിനെ പോയിന്റ് ചെയ്യും. ഇനി PTR ഇസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് PTR. ലിങ്ക് ഓഫ് PTR ഇതാണ് 400. അപ്പം ലിങ്ക് ഓഫ് PTRൻ്റെ അകത്തേക്ക് 400 ഇട്ടു. നൗ ഇതായി, ഇത് PTR ആയി, ഇത് സേവ് ആയി. ഇനി എന്തായി? PTR നോട്ട് ഈക്വൽ ടു നള്ളാണ്, PTR 400 ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഐറ്റം ലെസ് ദാൻ ഇൻഫോ ഓഫ് PTR. ഇൻഫോ ഓഫ് PTR എന്ന് പറയുന്നത്, PTR എന്താ? ഇതാണ്. ഇൻഫോ ഓഫ് PTR 40, ഐറ്റം എത്ര? 35. ലെസ് ആണ്, ഇറ്റ് ഈസ് ലെസ്. അപ്പോൾ എന്തായി? ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നു. LOC ഈക്വൽ ടു സേവ്. അപ്പോൾ LOC എന്തായി? LOC ഈക്വൽ ടു സേവ്. സേവ് എന്താണ്? 300 ഉണ്ട്. അപ്പോൾ സേവ് നമുക്ക് 300 കിട്ടി. ഇനി നൗ യു റിട്ടേൺ. ഈ പ്രോഗ്രാം റിട്ടേൺ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഇപ്പം പറഞ്ഞു നിർത്തിയ ഇൻസേർട്ട് LOCയിലേക്ക് പോകും. ഇൻസേർട്ട് LOCയിലേക്ക് LOC കിട്ടി. ഇൻസേർട്ട് LOCയിലേക്ക് LOC വെച്ചിട്ട് യു ആർ ഗോയിങ് ടു കോൾ ദി ന്യൂ അൽഗോരിതം. നമ്മളിപ്പോൾ ഇത് കുറച്ച് നേരത്തെ ചെയ്തത്. അപ്പോൾ യു നോ ഹൗ ടു ഇൻസേർട്ട്. ഇതിന് ശേഷം ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ അഡ്രസ്സ് മാറ്റിയാൽ മതി, ന്യൂ ഒക്കെ എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ഡു. ഇനി നമുക്ക് ഫോർ എക്സാമ്പിൾ വേറൊരു ഇതെടുക്കാം. സപ്പോസ് സ്റ്റാർട്ട് ഒന്നുമില്ല, സ്റ്റാർട്ടിൻ്റെ അകത്ത് ഒന്നുമില്ല. അപ്പം നമുക്കിവിടെ നോക്കാം. ഈ സ്റ്റാർട്ട് ഈക്വൽ ടു നൾ, ദെൻ LOC ഈക്വൽ ടു നൾ. അപ്പോൾ ഇവിടെ എന്തായിരുന്നു? LOCയുടെ അകത്ത് ഡയറക്റ്റ്ലി ഒന്നും വേണ്ട, സേവ് ഒന്നും വേണ്ട, നൾ ഇട്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ആ പഴയ പ്രീവിയസ് പ്രോഗ്രാം വെച്ച് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നോഡായിരിക്കും. ഫസ്റ്റ് നോഡ് ഐറ്റം എടുത്ത് ഫസ്റ്റ് നോഡായിട്ട് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി സപ്പോസ് ഒന്നുകൂടി നോക്കാം. ഇത് സ്റ്റാർട്ട്. ഓക്കെ, ഇനി മൂന്ന് ഹാവ് വൺ നോഡ്, ഒരു നോഡേ ഉള്ളൂ. ഇവിടെ ഇതിൻ്റെ അഡ്രസ്സ് 10, ഇതിൻ്റെ അഡ്രസ്സ് 10. ഓക്കെ, സോ ഇറ്റ്സ് ഗോയിങ് ടു പോയിന്റ് ഹിയർ. ഇവിടെ ഞാനൊരു 65 കിടക്കുകയാണ് വാല്യൂ. നൗ സ്റ്റാർട്ട് ഈക്വൽ ടു നൾ ആണോ? അല്ല. നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഐറ്റം, ലെറ്റ് ഇറ്റ് ബി ഐറ്റം, ലെറ്റ് ദ ഐറ്റം ബി 55.
let the item be 55. Item less than info of start ആണോ? Yes. Info of startനേക്കാളും ചെറുതാണ്. അപ്പോൾ ഫസ്റ്റ് നോഡായിട്ട് വേണം. അപ്പോൾ നമുക്ക് എന്താ വീണ്ടും LOC equal to null. So you're going to return LOC equal to null and return to the program. So this is how you do the program. ഇനി ഒന്നിൽ കൂടുതൽ നോഡ് ഉണ്ട്. ഇത് ഇൻഫോ അല്ലെങ്കിൽ നമുക്ക് ഇത് ലെസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സേവും PTRും കൂടെ വേണം. Okay, so this is how you insert nodes in a sorted linked list. You have to currently use 2 pointers. PTR is used for traversing and save is used for നമ്മൾ എവിടം വരെ നിർത്തി എന്ന് അറിയാനായിട്ട് സേവിനെ കൊണ്ട് നിർത്തും. ഇവിടം വരെ എത്തി, ഇനി അടുത്തയിലേക്ക് PTR പോവുക. അപ്പം അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് എന്ന് പറഞ്ഞ പോയിന്റർ യൂസ് ചെയ്യുന്നു.